നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് പാലക്കാടാണ്. പാലക്കാട് മുട്ടികുളങ്ങര എന്ന ഒരു മനോഹരമായ പ്രദേശമുണ്ട്. ഏകദേശം 300-ൽ പരം വർഷത്തെ പാരമ്പര്യമുള്ള വലിയൊരു പാരമ്പര്യ ആയുർവേദ ചികിത്സാ കുടുംബമുണ്ട്. മുട്ടികുളങ്ങരയിൽ ആ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ചികിത്സാ കുടുംബത്തിന്റെ 5ാമത്തെ തലമുറയിൽപ്പെട്ട ഒരു മഹത് വ്യക്തിത്വമുണ്ട്. ശ്രീ കെ രാമകൃഷ്ണൻ വൈദ്യർ. മുട്ടികുളങ്ങര എണ്ണ അതൊരു അത്ഭുത എണ്ണ തന്നെയാണ്. ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ എത്തിപ്പെടുന്ന ഒരു അത്ഭുതമായ എണ്ണ. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും അനുഭവങ്ങളും മുട്ടികുളങ്ങര എണ്ണയുടെ ആ ഒരു പ്രത്യേകത, ഇതൊരു അത്ഭുത എണ്ണയായി മാറാനുണ്ടായ കാരണവും അതിനെക്കുറിച്ചും നമുക്ക് കെ രാമകൃഷ്ണൻ വൈദ്യരോട് തന്നെ ചോദിച്ചറിയാം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ രാമകൃഷ്ണൻ വൈദ്യരെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. മുട്ടികുളങ്ങര എണ്ണ എന്ന് പറയുന്ന ഈ ഒരു അത്ഭുത എണ്ണ, കാരണം ഇപ്പോൾ ഏതൊരു മലയാളികൾക്കും അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഹെയർ ഓയിൽ അല്ലെങ്കിൽ പിന്നെ വേദനയ്ക്കുള്ള എണ്ണ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ എഴുതുന്ന ഒരു പേരാണ് മുട്ടികുളങ്ങര എണ്ണ. ഇത് ആക്ച്വലി ഇത് പാലക്കാട് അടുത്ത ഈ ഒരു പ്രദേശത്തിന്റെ പേര് കൂടിയാണല്ലോ. എന്താണ്, എങ്ങനെയാണ് ഈ ഒരു എണ്ണ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു തുടക്ക കാലഘട്ടത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു മറ്റ് മുട്ടിക്കുളങ്ങര എണ്ണ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൃഷിയായിരുന്നു ഞങ്ങളുടെ ഉപജീവന മാർഗം. ആ ഉപജീവന മാർഗത്തിൽ പാടത്ത് ഇന്നത്തെ മാതിരി ട്രാക്ടർ ഇല്ലാത്ത കാലത്ത് കന്നുകൂട്ടുന്ന കാലം, അപ്പോൾ ഈ ധാരാളം മീനുകളെ കിട്ടും. അത് ആ മീനിനെ അവിടെ നിന്ന് തന്നെ കല്ലിൽ ഉരച്ചിട്ട് കഷ്ണങ്ങളാക്കി അവിടുത്തെ അരികിലുള്ള തോട്ടിൻ്റെ അരികിലോ പറമ്പിലെ അരികിലോ ഉള്ള ഇലനെ പൊതിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതെല്ലാം ജോയിൻ്റായി എന്നുള്ളതാണ് ഐതിഹ്യം. അത് വന്നിട്ട് അവരതിനെ എങ്ങനെ തന്നെയാണോ ഇതിനെ ഇത്ര പ്രചാരത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് ആ കാരണവന്മാർക്ക് തന്നെ അറിയുള്ളൂ. 300 5ാം തലമുറൻ്റെ മുമ്പ് നടന്നതാണ്. ഞാൻ 5ാമത്തെ തലമുറ. അപ്പം അത് അന്ന് വന്നിട്ട് എന്താണ് ഇത്രയധികം പബ്ലിസിറ്റിയോ ഇതൊന്നും ഇല്ലാതൊരു കാലഘട്ടം. ഇപ്പോൾ ഒരു 10-50 വർഷത്തിന് ശേഷം കുറച്ചധികം പബ്ലിസിറ്റിയായി. ഈ മത്സ്യങ്ങളെ അന്നത്തെ തലമുറ കൊണ്ടുവന്നപ്പോൾ ഇത് തമ്മിൽ ഒന്നിച്ചു ചേർന്നു. അത് ആ ഇലയുടെ പ്രത്യേകതയായിരുന്നു. അല്ല, അത് മനസ്സിലാക്കിയത് ആ കാരണവന്മാരാണല്ലോ. അല്ല, എനിക്കറിയാത്ത കാര്യം, അവർ കൊണ്ടുവന്ന ആ ഇല അതിൽ കൂടെ കെട്ടിപ്പൊതിഞ്ഞ് വീടെത്തുമ്പോൾ മത്സ്യം ഒക്കെ കഷ്ണമാക്കിയ മത്സ്യമൊക്കെ ജോയിൻ്റായി എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം. പിന്നെ അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ പിന്നെ 10 തരം ഇലകളും 10 തരം അങ്ങാടി മരുന്നും ചേർത്തിയിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്. ആ 10 തരം അങ്ങാടി മരുന്ന് എല്ലാം എങ്ങനെ തന്നെ അവർ അന്ന് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അത് ചേർത്തി എന്നുള്ളത് അജ്ഞതയാണ്. ഈ 300 വർഷം മുമ്പുള്ള ഈ ഒരു സംഭവവികാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ലഭ്യമായിട്ടുള്ള ആ പച്ചമരുന്നുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ലഭ്യമാണോ? ഈ മുട്ടിക്കുളങ്ങര എന്നുള്ള പുതുപ്പരിയാരം പഞ്ചായത്തിൽ കിടക്കുന്നുണ്ട്. ഇതിലൊരു ഏരിയ ടു ഏരിയ വരെ, അതായത് മലമ്പുഴ ഡാമുണ്ട്, അവിടം തൊട്ടിട്ട് മുണ്ടൂർ പഞ്ചായത്ത് വരെ ഇവിടെ എവിടെയും കിട്ടും ഈ ഇല. അതേ സമയത്ത് മലമ്പുഴ പഞ്ചായത്തിൻ്റെ അപ്പുറത്തില്ല, മുണ്ടൂർ പഞ്ചായത്തിൻ്റെ അപ്പുറത്ത് എല്ലാ ഇലയും കൂടി കിട്ടുന്നൊരു സ്ഥലമില്ല. ഞാൻ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടും പല രാജ്യങ്ങൾ കണ്ടിട്ടുള്ള ആളാണ്.
അവിടെയൊക്കെ നോക്കാം. കാട്ടിൽ കൂടെ പോകുമ്പോഴെല്ലാം ഞാൻ മറ്റു ശ്രദ്ധിക്കുന്ന ഈ ഇലകളിനെ പറ്റിയിട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു ഇല ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നിർമ്മിക്കുന്ന എണ്ണ നിർമ്മിക്കുന്നത് ഈ ഒരു അല്ല, ഈ ഒരു തലമുറ ഞങ്ങളുടെ മുത്തശ്ശന്മാരെ തുടങ്ങി അവരിൻ്റെ പെങ്ങന്മാർ തുടങ്ങി അവരുടെ മക്കൾക്കറിയാം. ഈ വീട്ടിൽ നിന്ന് ഈ കുടുംബത്തിൽ നിന്ന് പോകുന്ന എല്ലാവർക്കും ഇതറിയാം. പക്ഷെ അവരാരും തന്നെ ചെയ്തിട്ട് മുട്ടിക്കുളങ്ങര എണ്ണ പറഞ്ഞിട്ട് ഇപ്പോൾ ചിറ്റലഞ്ചേരിയിലോ അല്ലെങ്കിൽ നെന്മാറയിലോ എറണാകുളത്തോ വെച്ച് സെയിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉണ്ടാക്കാൻ പ്രത്യേകതയാണ്. ഈ നാട്ടിൻ്റെ പോസ്റ്റ് ഓഫീസ് നമ്പറുള്ളൊരു നാട് ഇത് തന്നെയാണ്. മുട്ടിക്കുളങ്ങര പിൻകോഡ് നമ്പറുള്ളൊരു സ്ഥലം. അവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവവും ഇവിടെ തന്നെയാണ് ഇതിന്റെ നിർമ്മാണവും ഏറ്റവും മെയിനായിട്ട്. ഓക്കെ, നമ്മുടെ ഇപ്പം രാമകൃഷ്ണൻ വൈദ്യരുടെ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പച്ചമരുന്നുകളുടെ പിന്നെ എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളെ കുറിച്ചും അത് പച്ച ഇലകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകും എന്ന് പറഞ്ഞു. എങ്കിലും ഇത് കാച്ചിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റുള്ള കൂട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും എത്രയോ കൂട്ടുകൾ കൂടിയിട്ടാണല്ലോ ഈ ഒരു ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടി 10 തരം ഇലകൾ. 10 തരം ഇലകൾ തന്നെയാണ്. അതിൽ ഇലകളുടെ പേരെന്നെ കൊണ്ട് ചോദിക്കേണ്ടത് ചിലത്, പക്ഷേ 11 തരം അങ്ങാടി മരുന്നിൻ്റെ പേര് വേണമെങ്കിൽ പറഞ്ഞുതരാം. അല്ല, അതിൽ ചിലത് ഈ തുത്തം, വൈറ്റ് കോപ്പർ അല്ലെങ്കിൽ തുത്തം തുരുസ് അങ്ങനത്തുള്ള കുറേ സാധനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാത്ത കുറേ സാധനങ്ങളാണ് അന്നത്തെ കാലത്ത് ഈ മറ്റേ ഇതിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ എങ്ങനെ തന്നെ കണ്ടുപിടിച്ചോ ചോദിച്ചാൽ അത് എനിക്കറിയില്ല. വൈദ്യർ, അതുപോലെ തന്നെ ഈ ഒരു എണ്ണ ഇപ്പോൾ ഏതൊക്കെ രീതികൾ അല്ലെങ്കിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഇതിൽ വന്നിട്ട് പണ്ട് ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഒരുപാട് പേര് ഈ കൈ ഒടിഞ്ഞിട്ടും കാലൊടിഞ്ഞിട്ടൊക്കെ വന്ന് ചികിത്സിക്കാൻ വരുമായിരുന്നു. ഇപ്പോൾ ആധുനിക ആസ്പത്രികളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് എനിക്ക് ഇത്ര എണ്ണ ചിലവായിട്ടില്ലെങ്കിലും ഇപ്പോൾ വന്നിട്ട് ഒരുപാട് വേദനകളുള്ള ആൾക്കാരാണ് വരുന്നത്. അതായത് 90% ആസ്പത്രിയിൽ പോയി നോക്കിയിട്ട് മാറാത്ത രോഗികളാണ് ഇവിടെ വരുന്നത്. ഈ മുട്ടിക്കുളങ്ങരയിലെ ഈ അത്ഭുത എണ്ണയുടെ നിർമ്മാണ രീതി, ഇപ്പോൾ താങ്കൾ അതിന്റെ ഒരു നിർമ്മാണത്തിന് അതിൻ്റെതായിട്ടുള്ള രഹസ്യ കൂട്ടുകളൊക്കെ താങ്കളുടെ കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു കോമൺ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ രീതികളെ കുറിച്ചൊന്ന് പറയും. അപ്പോൾ ഈ 11 തരം ഇലകളും 11 തരം അങ്ങാടി മരുന്നും കൂട്ടി മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് മുട്ടിക്കുളങ്ങര എണ്ണ. അതിൽ 2 തരം ഇലയും വേപ്പെണ്ണയിലും കൂടി ഉണ്ടാക്കുന്നതാണ് വാദത്തിനെണ്ണ. ഇലയും 11 തരം അങ്ങാടി മരുന്നും ചേർത്തിട്ടാണ് മുട്ടിക്കുളങ്ങര എണ്ണ ഉണ്ടാക്കുന്നത്. അത് ഇടിച്ച് പണ്ടൊക്കെ ആകുമ്പോൾ മറ്റേ ഒലക്കയിൽ ഇടിച്ചിട്ടാണ് വരിക. ഇപ്പോൾ മെഷീനിൽ കൂടെയാണ് ഇടിച്ചിട്ട് വരുന്നത്. ഈ മുട്ടിക്കുളങ്ങര എണ്ണയുടെ ഒരു മാർക്കറ്റിംഗ് രീതി നമ്മുടെ ബ്രാഞ്ചുകൾ എവിടെയില്ല. അതിന്റെ നമ്മൾ ഇവിടെ തന്നെയാണ് ഇതിന്റെ വിപണനവും അതിന്റെ ചികിത്സയും. ആളുകാരൻ്റെ ആരിൻ്റെ ആണെങ്കിലും ഒരു എല്ല് പൊട്ടി പറഞ്ഞാൽ അതിന് 21 ദിവസമാണ് അതിൻ്റെ കണക്ക്. എല്ല് കൂടാൻ ദിവസമാണ്. അത് അലക് വെച്ച് കെട്ടലാണ് പണ്ടത്തെ കാലത്ത് ചെയ്തമാതിരി. ഇപ്പോഴാണ് പ്ലാസ്റ്റർ ഇടലും അല്ലെങ്കിൽ റാഡിടലും ഒക്കെ ഉള്ളത്. ഇതൊക്കെ ഒരു നോട്ടത്തിൽ തന്നെ എവിടെ എല്ല് പൊട്ടി എന്നുള്ളത് ഈ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ എൻ്റെ ചികിത്സയിൽ ഗുണം പിടിച്ച ആൾക്കാർ ഒരുപാട് നാട്ടിലുണ്ട്, ഒരുപാട് ജീവിതങ്ങളുണ്ട്. നമ്മൾ ഇപ്പം താങ്കളിലേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പം ഈ പൊട്ടലുകളോ അല്ലെങ്കിൽ ഒടിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റേ എടുത്തുകൊണ്ട് വരേണ്ട ഒരു രീതി ഉണ്ടോ? എക്സ്റേ കൊണ്ടുവരുന്നവരുണ്ട്, കൊണ്ടുവരാണ്ട് തന്നെ അറിയും. അതാണ് ഞാൻ കണ്ട മാത്രയിൽ അറിയും പറഞ്ഞത്. ഈ മുട്ടിക്കുളങ്ങര എണ്ണയുടെ ഇപ്പം വിപണനത്തിനെ കുറിച്ചും ബ്രാഞ്ചിനെ കുറിച്ചും ഒക്കെ ചോദിക്കുകയുണ്ടായി. അതെല്ലാം നമ്മൾ നേരിട്ട് തന്നെയാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ലൈസൻസ് കിട്ടിയത്. ഈ ഒരു എണ്ണയുടെ പ്രശസ്തിയും അല്ല അതിന്റെ പേരും കേട്ട് കേരളത്തിന് വെളിയിൽ നിന്നും ഒരുപാട് ജനങ്ങൾ താങ്കളെ തേടി എത്താറുണ്ടല്ലോ. ഈ ഒരു കാലയളവിനുള്ളിൽ താങ്കളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അല്ലെങ്കിൽ ആ ഓർമ്മകൾ, ചികിത്സാ ജീവിതത്തിലുണ്ടായ ഓർമ്മകളെ കുറിച്ചൊന്ന് പറയാം. ഇവിടെ റഷ്യക്കാർ വന്നിട്ടുണ്ട്, ജർമ്മനിക്കാർ വന്നിട്ടുണ്ട്, പിന്നെ തമിഴ്നാട് തൊട്ടിട്ട് പിന്നെ ഡൽഹിയിൽ നിന്നും ഈ ഇന്ത്യ രാജ്യത്തു നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട്. അടുത്ത കാലത്താണ് മനോ പറഞ്ഞിട്ടുള്ളൊരു തമിഴ് പാട്ടുകാരൻ വന്ന് തമിഴ് സിംഗ്
പേരുകേട്ട സിംഗർ വന്ന് ഇടുപ്പ് വേദന കാരണം വന്നു. അത് മാറിയിട്ട് പോയി. അയാൾക്ക് അന്നേരം 3 ദിവസത്തെ സമയം കിട്ടിയുള്ളൂ. 3 ദിവസം കൊണ്ട് കുറേ 90% മാറിയിട്ട് പോയി. കിടത്തി ചികിത്സയിൽ ഇവിടെ ഇല്ല. ആ റൂം എടുത്ത് കൊടുത്തിട്ട് അയാൾക്ക് എല്ലാവിടെയും ബന്ധങ്ങളും സ്വന്തങ്ങളുള്ള ആളാണല്ലോ. അപ്പോൾ പാലക്കാട് റൂം എടുത്തിരുന്നു. അങ്ങനെ വന്നിട്ട് അങ്ങനെ ഒന്നും ഇല്ല. അത് നമ്മൾ ദൈവത്തിന് നെറുകേടായിട്ട് പറയുന്നതാണല്ലോ. അല്ല, ഇപ്പം ഞാൻ 5 ദിവസം കൊണ്ട് മാറ്റിത്തരാ പറഞ്ഞിട്ട് ഒരു ഓവർടേക്ക് പറയുന്നത് ശരിയല്ലല്ലോ. അത് ദൈവത്തിനും കൂടി പിടിക്കാത്തതാണല്ലോ. എല്ലാറ്റിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടല്ലോ. താങ്കളെ തേടി ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളും എത്തിയിട്ടുണ്ടെങ്കിലും താങ്കൾ അതൊക്കെ സ്നേഹപൂർവ്വം നിരസിക്കുകയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ഞാൻ എല്ലാം ദൈവത്തിന് വിശ്വസിച്ച ദൈവത്തിന് അർപ്പിതമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാം കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കട്ടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം നന്നായിരിക്കുന്നതും ദൈവത്തിൻ്റെ കഴിവാണ്, എൻ്റെ ഒന്നുമല്ല. എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്നു. അതെല്ലാം ദൈവത്തിന്. ഒരു തികഞ്ഞൊരു ഈശ്വര വിശ്വാസി കൂടി. എല്ലാം നിങ്ങളും എല്ലാവരും ജീവിക്കുന്നത് ദൈവത്തിലൂടെയാണ് വിചാരിക്കുന്നത്. നിരീശ്വരവാദിയാണെങ്കിലും ഞാനൊരു എല്ല് പൊട്ടി ഞാൻ ഏറ്റെടുക്കുമ്പോഴും ദൈവം ഉണ്ടെങ്കിലല്ലേ അത് നേരമാകുള്ളൂ. തീർച്ചയായും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒത്തിരി പേര് ഇടുപ്പ് വേദനയായിട്ടും മുട്ടുവേദനയായിട്ടും വരും. ഇത് ഏത് തന്നെയാണ് എൻ്റെ എണ്ണ. ഇനിയിപ്പോൾ അത് ഏത് എണ്ണയാണെങ്കിൽ കൊടുത്തിട്ട് മാറുക തന്നെ വേണ്ടേ? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് എന്താ കാര്യം? ഇപ്പോൾ ലോകപ്രസിദ്ധി ആർജിച്ച് നിൽക്കേണ്ട മറ്റേ റഷ്യയിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, പിന്നെ ആൾ ഓവർ വേൾഡിൽ നിന്ന് എല്ലാവരുടെയും കേട്ട് കേൾവിയിട്ട് എല്ലാവർക്കും എണ്ണ പോകുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ നന്നായപ്പോഴാണല്ലോ എന്നെ വിളിക്കുന്നത്. അതുപോലെ ഇപ്പം ആമസോണിൽ വരെ ലഭ്യമാണല്ലേ? ആമസോണിൽ വരെ ഇപ്പോൾ ലഭ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ആര്യജ്യോതി എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം ഇപ്പോൾ മുട്ടികുളങ്ങര എണ്ണ ആ ഒരു ബ്രാൻഡിൽ അറിയപ്പെട്ട ഇതൊരു വലിയ വേറൊരു ലെവലിലേക്ക് ഇത് മാറിയിരിക്കുകയാണല്ലോ. അങ്ങനെ ആ ഒരു മാറ്റത്തിൽ എങ്ങനെയാണ് ഈ ആര്യജ്യോതി എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്? എന്താണ് ഇത് ഇവിടെ മുട്ടിക്കുളങ്ങരയിൽ കുറേ ആൾക്കാർ ഈ എണ്ണ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായ പേരും വ്യത്യസ്തമായ ഒരു അഡ്രസ്സും ആശയവുമാകട്ടെ വിചാരിച്ചിട്ട് ഇത് തുടങ്ങിയത്. അത് തുറന്നു പറയുകയാണെങ്കിൽ ആര്യ മീൻസ് മരുമകളും ജ്യോതി പറഞ്ഞ ഭാര്യയാണ്. അപ്പോൾ അവർ രണ്ടാളുടെ പേരിൽ കൂടെ അറിയാം. ഡോക്ടർ. അവരിതിന് ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഭാര്യ. അതെ, തീർച്ചയായിട്ടും അതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ പോകേണ്ടതാണ്. താങ്കളുടെ ഈ ഒരു ഇപ്പം ഞങ്ങൾ തന്നെ താങ്കളെ തേടി ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ താങ്കൾ ഈ ഒരു വിജയത്തിൽ എത്തി നിൽക്കുകയാണല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുടുംബത്തിന് സപ്പോർട്ട് വളരെ വലുതായിരിക്കും. ഇപ്പോൾ അതിലൊരു 13 വർഷം, ഏകദേശം 13 വർഷമായി ഗുരുവായൂർ പോലുള്ള സ്ഥലത്ത് പോയി ചികിത്സിക്കാൻ തുടങ്ങിയിട്ട്. ആഴ്ചയിൽ 2 ദിവസമായിരുന്നു ആദ്യം, ഇപ്പോൾ പോയി 1 ദിവസമാണ് ചികിത്സിക്കുന്നത്. ഈ ഒരു മുട്ടികുളങ്ങര എണ്ണയും താങ്കളിലൂടെ പിന്നെ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോകുമ്പോൾ ആര്യജ്യോതി എന്ന ഈ ഒരു വലിയൊരു പ്രസ്ഥാനത്തിൽ ഈ ഒരു വിജയത്തിൽ താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതായിരിക്കും എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. എന്താണ് താങ്കളുടെ പിന്നെ കുടുംബത്തെക്കുറിച്ച് സപ്പോർട്ട്, ആദ്യകാല സപ്പോർട്ടിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഇതിൽ ഈ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ എണ്ണ ഉണ്ടാക്കുന്ന ഉൽപ്പാദനം മുഴുവൻ വീട്ടിലെ ഭാര്യ അല്ലെങ്കിൽ മരുമകൾ എടുത്തിരിക്കുക, അവരുടെ മേൽനോട്ടത്തിലാണ്. അപ്പോൾ ബാക്കിയുള്ളത് ആൾക്കാരെ ചികിത്സിക്കുന്നതും എല്ലാം ഞാനാണ്. അപ്പോൾ അവിടെ ലേഡീസൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരാണ് അതൊക്കെ നോക്കുക. അതിൻ്റെ എണ്ണ കറക്റ്റായിട്ടുണ്ടോ എല്ലാം എനിക്ക് അറിയാമെങ്കിലും അതൊക്കെ നോക്കുന്നത് ഓരോ സ്റ്റെപ്പ് അവർ ഉത്തരവാദിത്വം. വെരി ഗുഡ്. താങ്കളുടെ കുടുംബത്തിന്റെ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറയുണ്ടായി. ഇനിയിപ്പോൾ അവരുടെ പേര് നമ്മുടെ ഓൺ കുടുംബത്തിൽ ആരൊക്കെയാണ്? ഞാൻ ഭാര്യൻ്റെ പേര് ജ്യോതി, മരണപ്പെട്ട് 1 വർഷം ആയി. പിന്നെ മരുമകള് ആര്യ BAMS ഡോക്ടറാണല്ലേ. മകൻ എഞ്ചിനീയർ BTech. പേരക്കുട്ടി 3 വയസ്സും 3 മാസമായി. പേര് ആരവ് കൃഷ്ണ. എല്ലാം ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് നിൽക്കുകയാണല്ലേ. ആര്യജ്യോതി ഹെർബൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൺട്രോളാണ് ഇപ്പോൾ വിരുന്നിൻ്റെ പ്രേക്ഷകർ കാണുന്നത്.
തീർച്ചയായിട്ടും ആര്യജ്യോതി ഹെർബൽ പ്രൊഡക്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ നിർമ്മാണ രീതികളും അതുപോലെ തന്നെ ഇവിടുത്തെ എണ്ണകൾ, കാരണം മുട്ടുകുളങ്ങര എണ്ണ ഈ ഒരു ബ്രാൻഡിലേക്ക് പുതുതായി അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്, ആര്യജ്യോതിയുടെ പേരിലിറങ്ങുന്ന ആര്യജ്യോതി ഹെർബൽ പ്രൊഡക്റ്റിൻ്റെ ഓയിൽസിൻ്റെയൊക്കെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഡോക്ടർ ആര്യ അനിൽകുമാറിനെ. ഡോക്ടർ നമസ്കാരം. താങ്ക് യു. ഡോക്ടർ, മുട്ടുകുളങ്ങര എണ്ണ, അതിനെ ഒരു പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഈ ലോകത്തിന് തന്നെ ഇല്ല. ആര്യജ്യോതി എന്ന ഈ ഒരു പുതിയ ബ്രാൻഡിലൂടെ ഈ ഒരു എണ്ണ നമ്മൾ പുറത്തേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനമാണ് താങ്കൾ വഹിക്കുന്നത്. ആര്യജ്യോതി നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ആര്യജ്യോതി കരുണ ഹെർബൽ ഹെയർ ഓയിൽ, നമുക്ക് അതിൻ്റെ ഈ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗക്രമങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അതിൻ്റെ ചോദിച്ചറിയാം. എന്താണ് പറയാനുള്ളത്? നമ്മൾ പ്രത്യേകം പറഞ്ഞ പോലെ ബ്രാൻഡ് നെയിം, ആ ബ്രാൻഡ് നെയിം നമ്മൾ ഉപയോഗിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മുട്ടിക്കുളങ്ങര എണ്ണ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലോകമെമ്പാടും അറിയുന്ന ഒരു എണ്ണയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ മുന്നിലോട്ട് നമ്മളൊരു പ്രോഡക്റ്റ് എത്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഗുണനിലവാരം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്രാൻഡ് നെയിം ആര്യജ്യോതി ഹെർബൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിപണിയിൽ എത്തിക്കുകയാണ്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ അടി വരുന്ന ഡ്രഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക നമ്മൾ ഡ്രഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോംസ് പ്രകാരം നമ്മുടെ ഓരോ ബാച്ച് ഏത് എണ്ണയാണെങ്കിലും നമുക്കിവിടെ 3 പ്രോഡക്റ്റ്സ് ഉണ്ട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ആയിട്ട്. ആ 3 ഓയിൽസിൻ്റെയും ഓരോ ബാച്ച് നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഗുണനിലവാരം എത്തുന്ന വാല്യൂസ് എത്തിയാൽ മാത്രമേ നമ്മളത് വിപണിയിലേക്ക് ഇറക്കുള്ളൂ. നമ്മൾ ഈ പ്രധാനമായിട്ടും 3 പ്രൊഡക്റ്റുകളാണ് നമ്മുടെ സെന്ററിന്റെ, നമ്മുടെ ഹെർബൽ പ്രൊഡക്റ്റിന്റെ കീഴിൽ ഇറങ്ങുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുമോ? ഇപ്പോൾ ലോകമെമ്പാടും അറിയുന്ന പോലെ മുട്ടിക്കുളങ്ങര എണ്ണ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബ്രാൻഡിൽ വരുമ്പോൾ ആര്യജ്യോതി മുട്ടിക്കുളങ്ങര എണ്ണ എന്നാണ്. അത് ഒരു എന്താ പറയുക, നോർമലി ഉള്ള ആൾക്കാർക്കുള്ള വേദനകൾ, ശാരീരികമായ വേദനകൾ, അല്ലാണ്ട് ജനറൽ മസാജ് ഓയിലായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് വരുന്ന ഉളുക്ക്, ചതവ്, ഇല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെയിൻ മസിൽസിന് വരുന്ന അതിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതും നോർമൽ നമ്മളിപ്പോൾ ആയുർവേദ വിധി പ്രകാരമുള്ള സഹചരാതി കുഴമ്പോ ധന്വന്തരം കുഴമ്പോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഴമ്പുകൾ യൂസ് ചെയ്യുമ്പോൾ ചൂടാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതുപോലെ അത് കഴുകിക്കളയാണെങ്കിൽ ചില എണ്ണകൾക്ക് അതിൻ്റേതായ പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ വേണം അത് കഴുകിക്കളയോ കുളിക്കുകയോ ചെയ്യാൻ. പക്ഷേ മുട്ടിക്കുളങ്ങര എണ്ണയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കത് ചൂടാക്കുകയും വേണ്ട, അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പച്ചവെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ, അത് പേഷ്യൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ കുളിക്കാം. അത് ഓരോരുത്തരുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ ഫ്രാക്ചേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് ഒടിവ്, എല്ല് പൊട്ടൽ, ഇല്ലെങ്കിൽ തേയ്മാനം, ഡീജനറേറ്റീവ് ചേഞ്ചസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ ശരീര ഭാഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ ഇതനുസരിച്ചിട്ടാണ് ചെയ്യാം. ഇപ്പോൾ ഫ്രാക്ചേഴ്സ് ആണെങ്കിൽ ചില ഫ്രാക്ചേഴ്സ് നമ്മൾ ജസ്റ്റ് എന്താ പറയുക, അലഗ്, ഇപ്പോൾ നമ്മൾ POP ഇടുന്നതിന് പകരം അലഗ് വെച്ചിട്ട് കറക്റ്റ് പൊസിഷനിൽ വലിച്ച് വെച്ച് കെട്ടി നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ യൂസ് എന്താ വെച്ചാൽ, ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർക്ക് POP ഇട്ട് കഴിയുമ്പോൾ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ വരും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകേണ്ടതായ ആവശ്യങ്ങൾ വരും. ഇപ്പോൾ കാര്യം മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മൂവ്മെൻറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി പറയും. അപ്പോൾ ഈ അലഗ് വെച്ചിട്ട് നമ്മൾ ഓയിൽ ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്, പ്രത്യേക കെട്ടുകളാണ്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ എന്താ ഉപയോഗം എന്ന് വെച്ചാൽ, ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ അങ്ങനെ വരില്ല, എന്നാൽ എല്ല് ജോയിൻ ആവുകയും ചെയ്യും. അപ്പോൾ എക്സ്റ്റേണലി നമുക്ക് ഇൻറ്റേർണൽ മെഡിക്കേഷനായിട്ട് നമ്മൾ ഫുഡിൽ ഇത്രയും കാൽഷ്യം സപ്ലിമെൻറ്റ്, ഇപ്പോൾ നോർമലി നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റ് കൊടുക്കും, അതിന് പകരം ഫുഡിൽ കാൽഷ്യം അടങ്ങിയ ഫുഡ് ഇത്തിരി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നത് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ ആര്യജ്യോതി ആർത്തോ കെയർ ഓയിൽ, അതിനെക്കുറിച്ചും ഒരു വിവരണം നമ്മുടെ പ്രേക്ഷകർക്കായി. ആര്യജ്യോതി ആർത്രോ കെയർ ഓയിൽ, ആ പേരിൽ തന്നെ നമ്മൾ അതിൻ്റെ ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ആർത്രോ കെയർ എന്ന് പറഞ്ഞാൽ ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയ കണ്ടീഷനുകൾക്കാണ്. ഇപ്പോൾ വാദസംബന്ധമായ രോഗങ്ങൾ എന്ന് നമ്മൾ ലേമാൻ ലാംഗ്വേജിൽ പറയും. ഇപ്പോൾ വാദസംബന്ധമായ രോഗങ്ങളും ലക്ഷണങ്ങളും കണ്ടീഷനും അനുസരിച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഇപ്പോൾ ആമാവസ്ഥയിൽ ഒരിക്കലും നമ്മൾ ഓയിൽ ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആമാവസ്ഥ കഴിഞ്ഞിട്ടുള്ള ഓയിൽ ആപ്ലിക്കേഷൻ, ഇല്ലെങ്കിൽ ആമാവസ്ഥ കഴിഞ്ഞിട്ടുള്ള ആ അവസ്ഥാന്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആർത്രോ കെയർ ഓയിൽ. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട്, ചിലവർക്ക് നമ്മൾ ആർത്രോ കെയർ ഓയിലായിട്ട് മാത്രം കൊടുക്കും, ചിലത് കോമ്പിനേഷനായിട്ട് കൊടുക്കും. അത് ഈ പോസ്റ്റ് സ്ട്രോക്ക് വരുന്നവർക്ക്, പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി, അങ്ങനെ കോംപ്ലിക്കേഷൻസ്, ഡയബറ്റിക് മെൽറ്റസിൻ്റെ വെച്ചാൽ ഷുഗർ പേഷ്യൻസിൻ്റെ കോംപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇത് കോമ്പിനേഷനായിട്ട് മുട്ടിക്കുളങ്ങര എണ്ണ വെച്ചിട്ട് കോമ്പിനേഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റും നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇപ്പോൾ ഹെയർ ഓയിൽ അതിപ്പം വളരെയധികം ഒരു മികച്ച റിസൾട്ട്. കാരണം ഇതിന്റെ ഈ നമ്മുടെ മുട്ടികുളങ്ങര എണ്ണയുടെ റിസൾട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എങ്കിൽ തന്നെയും ഹെയർ ഓയിലിന്റെ ഇപ്പോഴുള്ള ആര്യജ്യോതിയുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കീഴിൽ പോകുന്ന ഹെയർ ഓയിലിന്റെ അതിന്റെ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ ഇതിന്റെ ഉപയോഗക്രമം കൂടെ നമ്മുടെ പ്രേക്ഷകർക്കായി പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിന്റെ ഉപയോഗക്രമം അതും കൂടെ ഒന്ന് പറയും. ഇപ്പോൾ ഹെയർ ഓയിലാണെങ്കിൽ ഹെയർ ഓയിൽ നമുക്കിവിടെ ഹെയർ ഓയിലും ഹെയർ പാക്കും ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പിന്നെ കണ്ടീഷനുമാണ് ഡിസീസ്. ഇപ്പോൾ അസുഖം എന്ന് ഉദ്ദേശിച്ചത് താരൻ ഇല്ലെങ്കിൽ തല ചൊറിച്ചിൽ അങ്ങനെയുള്ള കണ്ടീഷന് ഹെയർ പാക്കും കൂടെ കോമ്പിനേഷനിൽ ചെയ്യുകയാണെങ്കിൽ നല്ല മികച്ച റിസൾട്ടാണ് കിട്ടുക. ഹെയർ ഓയിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ മുടി വളരാൻ, താരൻ, പിന്നെ ഉറക്കക്കുറവ്. ചിലവർക്ക് ടെൻഷൻ കാര്യമുള്ള ഉറക്കക്കുറവുള്ളതുകൊണ്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറയും. കാര്യം ഒരു ഇത്തിരി തണുപ്പ് പ്രഭാവമുള്ള എണ്ണയാണത്. അപ്പോൾ ഉറക്കക്കുറവിന്, താരൻ, പിന്നെ മുടി കൊഴിച്ചിൽ, മുടി നന്നായി വളരാൻ, ഇതിനൊക്കെയാണ് നമ്മൾ ഹെയർ ഓയിൽ കൊടുക്കുക. ആകാല നിര വരാതിരിക്കാൻ ഉള്ളൊരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിക്കോഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വളരെയധികം നന്ദി ഡോക്ടർ ആര്യ അനിൽകുമാർ. താങ്കളുടെ ഈ ഒരു ആര്യജ്യോതി ഹെർബൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ ഈ ഒരു വലിയ തസ്തിക താങ്കൾ കൃത്യമായി അതിനെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. വളരെയധികം നന്ദി. വിരുന്നിന്റെ പ്രേക്ഷകരുമായിട്ട് ഈ ഒരല്പസമയം മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി ശ്രീ രാമകൃഷ്ണൻ വൈദ്യർ. മുട്ടികുളങ്ങര എണ്ണ എന്നൊരു വലിയൊരു പ്രസ്ഥാനം, ആ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ വിരുന്നിന്റെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിരുന്നിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് മുട്ടികുളങ്ങര എണ്ണ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും വിരുന്നിലേക്ക് ആദ്യമായിട്ട് അതിന്റെ ഒരു അതിഥിയായിട്ട് എത്തുന്നത് താങ്കളാണ്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. കാരണം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ആയുർവേദ പാരമ്പര്യ ചികിത്സാ രംഗത്ത് ഒരുപാട് വിദഗ്ധർ നമ്മുടെ ഈ ഒരു വേദിയിൽ ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു വലിയൊരു അത്ഭുത എണ്ണയായിട്ടുള്ള ഈ ഒരു മുട്ടികുളങ്ങര എണ്ണയുടെ ആ ഒരു പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ നമ്മുടെ വിരുന്നിലേക്ക് എത്തുകയും താങ്കളുടെ വിലപ്പെട്ട സമയം അരമണിക്കൂർ നമുക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. വളരെയധികം നന്ദി. താങ്കളുടെ ഈ ഒരു പ്രവർത്തനങ്ങളും താങ്കളുടെ എണ്ണയുടെ പേരും പെരുമയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ.